CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ടും ജി സുധാകരൻ എത്തിയില്ല. പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം മടങ്ങിപ്പോകേണ്ട സാഹചര്യം ഒഴിവാക്കാനാണ് എത്താതിരുന്നതെന്നാണ് സൂചന. പുന്നപ്രയിലെ വസതിയിലാണ് സുധാകരൻ ഉള്ളത്. 1975 ശേഷം സുധാകരൻ പങ്കെടുക്കാത്ത ആദ്യ സമ്മേളനമാണ് ഹരിപ്പാട് നടന്നത്. ആലപ്പുഴ ജില്ലയിലെ CPM വിഭാഗീയതയിൽ പിണറായി വിജയന്റെ രൂക്ഷ വിമർശനം ഉയർന്നു. നേതാക്കന്മാർ തമ്മിലുള്ള വ്യക്തി വൈരാഗ്യമാണ് പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്കിന് കാരണം. മുകളിൽ നിന്ന് ആരും സംരക്ഷിക്കാനില്ലാഞ്ഞിട്ടും വിഭാഗീയ പ്രവർത്തനം തുടരുന്നത് അംഗീകരിക്കാനാകില്ലെന്നും പിണറായി പറഞ്ഞു. ശരണ്യ സ്നേഹജൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ശരണ്യ, 1975 ശേഷം ജി സുധാകരനില്ലാത്ത സമ്മേളനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെ പുരോഗമിക്കുന്നു നടപടികൾ? പിണറായിയുടെ ഉൾപ്പെടെ വിഭാഗീയതയിൽ ശക്തമായ വിമർശനം ഉയർന്നതും രേണുക, ഹരിപ്പാട് കൊടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് ഇപ്പോൾ സമ്മേളന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ഉദ്ഘാടന സെഷന് ശേഷം ഇപ്പോൾ സംഘടനാ റിപ്പോർട്ട് അവതരണം കഴിഞ്ഞ് സംഘടനാ റിപ്പോർട്ടിനുള്ള ഗ്രൂപ്പ് ചർച്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ പൊതു ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും സംഘടനാ റിപ്പോർട്ടിന്മേൽ വലിയ വിമർശനങ്ങളൊന്നും തന്നെയില്ല. മറിച്ച് ഈ കായംകുളത്ത് ഉൾപ്പെടെ ഉണ്ടായ തോൽവിയെ സംബന്ധിച്ചിട്ടുള്ള സ്വയം വിമർശനം മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരെയും ഒരു നേതാക്കന്മാരെയും പേരെടുത്ത് പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ ഒന്നും തന്നെയില്ല. പക്ഷേ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പിന്നീട് നടന്ന ഈ സംഘടനാ റിപ്പോർട്ട് അവതരണത്തിന് മുൻപ് ആണ് പിണറായി വിജയൻ അതിരൂക്ഷമായ വിമർശനം ജില്ലയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട ഉയർത്തിയെന്നുള്ളതാണ്. ഒരു താക്കീത് തന്നെയാണ് പിണറായിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് ജില്ലയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്നു എന്നുള്ള വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. മാത്രമല്ല, ഇത്തരത്തിൽ സംഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അത് പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടൽ നടത്തുകയോ ചെയ്യുന്നില്ല എന്നുള്ള വിമർശനം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഒപ്പം പറഞ്ഞത് കായംകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശേഷം ആ പരാജയത്തിന് ശേഷം അത് പരിഹരിക്കാനോ അതിലുണ്ടായ പാളിച്ചകൾ എന്താണെന്ന് കണ്ടെത്താനോ അത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നതിനുള്ള ഒരു മുൻകൈ എടുത്തുള്ള പ്രവർത്തനം ഒരു ഘടകത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള വിമർശനം മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ സംരക്ഷിക്കാൻ മുകളിൽ ആരുമില്ലാതിരുന്നിട്ടും വിഭാഗീയ പ്രവർത്തനങ്ങൾ വളരെ വലിയ തോതിൽ ആലപ്പുഴയിൽ നടക്കുന്നു. അത് പാർട്ടി പ്രവർത്തനത്തെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. കുട്ടനാടും അമ്പലപ്പുഴയും കായംകുളവും അടക്കമുള്ള പ്രദേശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്, പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്കടക്കം ചൂണ്ടിക്കാട്ടിയാണ് അത്തരത്തിൽ ഒരു താക്കീത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, നേതാക്കന്മാർ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യമാണ് പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്കിലേക്ക് നയിക്കുന്നതെന്നുള്ള തുറന്ന പറച്ചിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത ആലപ്പുഴയിൽ നടക്കുന്ന സമ്മേളനവുമായി ബന്ധപ്പെട്ട്, അതായത് ജി സുധാകരനെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. 1975 ശേഷം ജി സുധാകരൻ പങ്കെടുക്കാത്ത ആദ്യ സമ്മേളനമാണ് ആലപ്പുഴ ഹരിപ്പാട് ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹത്തിന് പ്രതിനിധി സമ്മേളനത്തിന് മുൻപുള്ള ഉദ്ഘാടന സമ്മേളനത്തിലടക്കം ക്ഷണമുണ്ടായിരുന്നു. എന്നാൽ ആ ക്ഷണം അദ്ദേഹം നിരസിക്കുകയാണ് ഉണ്ടായതെന്നുള്ളതാണ്. അതായത് ഇവിടെ എത്തി മടങ്ങി പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു നീക്കത്തിന് പിന്നിലെന്നാണ് ഇപ്പോൾ നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. മാത്രമല്ല, സമാപന സമ്മേളനത്തിലടക്കം ജി സുധാകരന്റെ പേര് വെച്ച് നോട്ടീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സമാപന സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കുമോ എന്ന് വേണം കാത്തിരുന്ന് കാണാൻ. പക്ഷേ അതിനുമൊക്കെ അപ്പുറത്തേക്ക് ജില്ലാ നേതൃത്വത്തോടുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പും അമർഷവുമാണ് ഈ ഒരു സമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കാൻ കാരണമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു പ്രത്യേകതയുമുണ്ട്. എന്തായാലും ഇപ്പോൾ നടക്കുന്നത് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് നടക്കുന്നത്. ഇന്നും നാളെയും ചർച്ച നടക്കും. ഞായറാഴ്ചയാണ് പൊതുസമ്മേളനം. 3 ദിവസവും മുഖ്യമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് സംഘടനാ നടപടികൾ നിരീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്.